യുവനടനായ വിയാനിലേക്കാണ് ഞാൻ പോകുന്നത്. വിയാൻ, താങ്കൾ സിനിമാ മേഖലയിൽ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആണ്. ഒരു പക്ഷേ താങ്കളെ അടയാളപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു മാമാങ്കം എന്ന സിനിമയിലൂടെയാണ് എന്ന്. ആ സിനിമയിലും ഈ പറയുന്നത് പോലെ സ്റ്റണ്ടുകൾ ഉണ്ട്, അക്രമങ്ങളുടെ ദൃശ്യങ്ങളുണ്ട്, പോരാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ട്. അപ്പോൾ സിനിമ എന്നത് പണ്ടുകാലം മുതൽ ഇത്തരത്തിൽ അക്രമങ്ങളും അടിപിടിയുമൊക്കെ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇറങ്ങുന്ന പല സിനിമകളിലെയും അക്രമങ്ങൾ, അടിപിടികൾ അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിനും മനസ്സിനും താങ്ങാൻ പറ്റാത്ത തരത്തിലേക്കാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. എന്താണ് താങ്കളുടെ ഒരു നിഗമനം? അതായത് കാലം ആവശ്യപ്പെടുന്ന അക്രമങ്ങളും അടിപിടിയുമൊക്കെയാണോ ഇപ്പോൾ സിനിമയിലുള്ളത്? അഭിലാഷ്, ഇന്നത്തെ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിലാണ് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൊലപാതകം സംഭവിക്കുന്നത് സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന്. പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും 70കളിലും 80കളിലും പല രീതിയിലുള്ള കൊലപാതകങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം തന്നെയാണെന്നുള്ളതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ ചീത്ത വശങ്ങൾ ഉള്ള സിനിമ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകോത്തര സിനിമകളായിട്ടുള്ള ഷോഷാങ്ക് റിഡംപ്ഷൻ, അതുപോലെ പേഴ്സ്യൂട്ട് ഓഫ് ദ ഹാപ്പിനെസ്, അല്ലെങ്കിൽ 3 Idiots പോലുള്ള സിനിമകൾ കണ്ടിട്ട് എത്ര പേര് ഇൻസ്പയർ ആയി ആ ഒരു പാത എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഇപ്പൊ ലാലേട്ടന്റെ ആണെങ്കിൽ തന്നെ ദൃശ്യം സിനിമ കണ്ടിട്ട് ആരെങ്കിലും അതുപോലൊരു കൊലപാതകത്തിന് വേണ്ടി മുതിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്നെ സംബന്ധിച്ച് മനസ്സിലായിട്ടുള്ളത്, നമ്മള് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ, അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് പാഠ്യപദ്ധതികൾ ലസാഗൂസാഗ പോലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ സ്കൂൾ തലങ്ങളിൽ തൊട്ട് തന്നെ ഇത് സിനിമയാണെന്നും സിനിമ എങ്ങനെയാണ്, എന്തിനാണ് അതൊരു വിനോദ മാധ്യമമായിട്ട് അതിനെ കാണാനും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ. തീർച്ചയായും അവിടെ ഞാനൊന്ന് ഇടപെടുന്നത് വിയാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലോകോത്തര സിനിമകളുണ്ട്, ക്ലാസിക് സിനിമകളുണ്ട്, അതിലൊക്കെ ഈ പറയുന്നത് പോലെ ക്രൈം ഉണ്ട്, സെക്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതെല്ലാവരും അനുകരിക്കാറുണ്ടോ എന്നത് സ്വാഭാവികമായൊരു ചോദ്യം തന്നെയാണ്. സിനിമകൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് യൂത്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണമായി പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 1-2 സിനിമകൾ, മാർക്കോ പോലെയുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ പണി എന്നു പേരുള്ള സിനിമ, അതല്ല എങ്കിൽ ആവേശം പോലുള്ള സിനിമകൾ, അങ്ങനെയൊക്കെ ആ സിനിമകളൊക്കെ തിയേറ്ററിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു. അതിൽ തന്നെ ഈ മാർക്കോ എന്ന സിനിമ അത് 18+ ആണ് പ്രേക്ഷകർ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുട്ടികൾക്ക് ആ സിനിമ കാണണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേര് പല കുട്ടികളും ഡോക്യുമെൻ്റുകൾ വരെ തിരുത്തി സിനിമ തിയേറ്ററുകളിൽ പോയി ഈ സിനിമയൊക്കെ കാണാൻ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത്. അത് ഉറപ്പിച്ച് സ്ഥിരീകരിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. പിന്നീട് അത് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതിൽ ഏറ്റവും കൂടുതൽ കാണികളായിട്ടുള്ളത് ഈ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു തിരിച്ചറിവിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതായത് അതുകൊണ്ടാണല്ലോ ഈ 18+ എന്ന കാറ്റഗറി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇത് കാണുകയും അതാണ് ഹീറോയിസം, അതാണൊരു യൂത്തിൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെയൊക്കെ പ്രകടിതമായ സ്വഭാവം എന്നവർ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ശരിയാണ്. അതിലേക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇപ്പൊ ഒരു 80s കിഡ്സിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ധൈര്യത്തോട് പോയി കാണാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം ആ സിനിമകൾ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ പേടിക്കണം. നമുക്കത് അറിയാം, അത് അഡൾട്ട്സ് കൊണ്ടാണ്, 18 വയസ്സിന് ശേഷമേ അത് കാണാൻ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്ന കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോ ടെലിഗ്രാം പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ പല വീഡിയോകളും ഇപ്പോ ഹോം തിയേറ്ററുകളായി. ഇന്ന് ഇതുപോലുള്ള സിനിമകളെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഇല്ല. ഇന്ന് എല്ലാം പബ്ലിക്കാണ്. ഇന്നിപ്പോ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് എന്താ പറയാ, എന്താണ് ക്രൈം എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് കഴിഞ്ഞവരെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയാണ് 9ാം ക്ലാസ്സുകാരനുള്ളത്. അത് എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയയും അതുപോലുള്ള പല പ്ലാറ്റ്ഫോമുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണുമ്പോൾ
അതിനെ തിരുത്തി കൊടുക്കാനുള്ള ചുമതലയാണ് ഇന്നത്തെ സ്കൂളിൽ, അതായത് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ അത് ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരി ഇന്ന് പല പാരന്റ്സിനും കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവരെപ്പോഴും വൈകിട്ടോ ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ അവർ ഫോണിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും റീൽസും കണ്ടുകൊണ്ട് ഈ കുട്ടികളായിട്ട് എന്താണെന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കാൻ പലരും മുതിരാറില്ല. കാരണം അവർക്ക് അതിനുള്ള സമയമില്ല. ഈ സമയമില്ലായ്മയാണ് ഈ ബന്ധങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുന്നത്. ഞാൻ ഈ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് 50ഓളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി സംസാരിച്ചിട്ട് ഒരാളാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സും അവിടെയുള്ള മാനേജേഴ്സും എന്നോട് പറയാനുള്ളത് ആ സ്കൂളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡ്രഗ്സിനെ കുറിച്ചിട്ടായിരുന്നു. നമുക്കൊക്കെ കേട്ട പേടിച്ചു പോകുന്ന രീതിയിലാണ് ഇന്ന് പല സ്കൂളുകളിലും നടക്കുന്നത്. പക്ഷേ അവർ ഒരു കാരണവശാലും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താണ്, ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും എന്നുള്ള പേടി കൊണ്ട് മാത്രം. ഇങ്ങനെ എത്ര കാലം നമുക്ക് ഇതിനെ കുറിച്ച് പേടിച്ച് നിർത്താൻ പറ്റും? ഇതിന് തടയിടേണ്ടത് നമ്മുടെ എന്താ പറയാ അധികാര വർഗങ്ങളും ആണ്. ഞാൻ റിയാനിലേക്ക് എത്താം തീർച്ചയായും.